ഈ അല്ലു അർജുന്റെ ചുണ്ട് പണ്ട് ആദ്യം കണ്ടപ്പോൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ ചുണ്ട് ഭയങ്കര വലുതായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ സിനിമകളിൽ വളരെ ചെറിയൊരു ചുണ്ടാ. അല്ലു അർജുനെ കുറിച്ച് പറയുന്നത് കാരണം ഞാനൊരു ഹാർഡ് കോർ അല്ലു അർജുൻ ഫാനാണ്. അതുകൊണ്ടാണ് ഡോക്ടറോട് ചോദിച്ചത്. ഈ അല്ലു അർജുൻ എന്നെ ഏറ്റവും വലിയ ഒരു സർജറിയിലോട്ട് എനിക്കൊരു വഴി കാണിച്ച വ്യക്തിയാണ് അല്ലു അർജുൻ. അങ്ങനെ റീസെന്റ് കുറെ കാലം കഴിയുമ്പോഴത്തെ അല്ലു അർജുന്റെ ചുണ്ട് വളരെ ഒതുങ്ങി, നല്ല ഭംഗിയായി. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, ഞാൻ പഠിക്കാൻ തുടങ്ങി. സോ ആ ഒരു സർജറിയാണ് ലിപ്പ് ഡീബൾക്കിംഗ് സർജറി, അതായത് ചുണ്ടിന്റെ വണ്ണം കുറക്കുന്ന സർജറി. മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മഞ്ജു വാര്യർ പുള്ളിക്കാരി തിരിച്ചു വന്നപ്പോൾ പഴയതിനേക്കാളും ഭംഗി കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം സർജറീസ് ആണല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല മഞ്ജുയുടെ കേസിൽ, മഞ്ജു വാര്യരുടെ കേസിൽ സർജറീസ് സാധ്യത വളരെ കുറവാണ്. മഞ്ജുയുടെ എനിക്ക് തോന്നുന്നു മഞ്ജു നല്ലോണം ലൈഫ് സ്റ്റൈൽ മാറ്റി എന്നുള്ളതാണ്. ഈ കേരളത്തിലെ കുറച്ച് ആമ്പിള്ളേർക്ക് ഈ മീശയും താടിയും ഒന്നുമില്ല. അപ്പൊ ഈ ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ എളുപ്പമാണ്. ബിയർഡ് ട്രാൻസ്പ്ലാന്റ് എളുപ്പമാണ്. ബിയർഡ് ട്രാൻസ്പ്ലാന്റിന്റെ ഈ താടി മീശയുടെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാല് 16 വയസ്സുള്ള പയ്യനും 17 വയസ്സുള്ള പയ്യന്മാരും വന്നിട്ട് പറയും എനിക്ക് താടി മീശയില്ല. അപ്പൊ ഞാൻ അടിക്കും, ഓടാൻ അങ്ങോട്ട് പറയും. ഇപ്പൊ എല്ലാരും ഈ കൊറിയൻ ഫേസ് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ക്ലൈൻസ് വന്നിട്ടുണ്ടോ? കൊറിയൻ ഫേസ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ് ഗോൾഡൻ പ്രൊപ്പോർഷൻ ആണ്. ഒരു മുഖത്തിന് മൂക്ക് ഇങ്ങനെ വേണം, ഇത് ഇവിടെ വേണം, ഇത് ഇവിടെ വേണം, ജോ ലൈൻ ഇങ്ങനെ വേണം എന്നുള്ളതാണ്. അതിന്റെ ഒരു ചെറിയ വേർഷൻ നമ്മുടെ നാട്ടിലുണ്ട്.